S200 motors ignited, plus 5 seconds. S200 बूस्टर्स का सफलतापूर्ण प्रज्वलन और ഇസ്രോ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവൻ സ്പേസ് സെന്ററിൽ നിന്ന് രാജ്യത്തെ ഏറ്റവും ഭാരമേറിയ ആശയവിനിമയ ഉപഗ്രഹമായ CMS-3 വിക്ഷേപിച്ചു. അപ്പോൾ CMS-3 എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. രുക്മിണി എന്നും അറിയപ്പെട്ടിരുന്ന പഴയ GSAT-7 പകരക്കാരനായിട്ടാണ് ഈ ഉപഗ്രഹത്തിന്റെ വരവ്. GSAT-7 എന്നും അറിയപ്പെടുന്ന ഈ CMS-3 ഒരു മൾട്ടിബാൻഡ് മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹമാണ്. രാജ്യത്തെ ഏറ്റവും ശക്തമായ റോക്കറ്റ് ലോഞ്ച് വെഹിക്കിളായ മാർക്ക് 3 എന്ന് പറയപ്പെടുന്ന LVM-3 എന്ന പേടകത്തിൽ നിന്നാണ് ഈ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചത്. കൃത്യമായിട്ട് പറഞ്ഞാൽ LVM-3 M5 ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്നൊരു ചുരുക്കപ്പേരാണ് LVM-3. M5 എന്നത് ഈ വാഹനത്തിന്റെ 5ാമത്തെ പ്രവർത്തന ദൗത്യത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇന്ത്യൻ ലാൻഡ് മാസ് ഉൾപ്പെടെ വിശാലമായ സമുദ്ര മേഖലയിലും സേവനം നൽകാൻ കേപ്പബിൾ ആണ് ഈ CMS-3 ഉപഗ്രഹം. ഇന്ത്യൻ നാവികസേനയ്ക്ക് മാത്രമായി ഇസ്രോ വികസിപ്പിച്ചെടുത്ത ഒരു ഇന്നോവേറ്റീവ് ഉപഗ്രഹമാണ് ഇത്. നാവികസേനയുടെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതാണ് CMS-3യുടെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത്. യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ, വിമാനങ്ങൾ, തീരദേശ കമാൻഡ് സെന്ററുകൾ എന്നിവ ഉൾപ്പെടെയുള്ള നാവിക മേഖലകളിൽ തത്സമയ സുരക്ഷിതമായ ശബ്ദം, വീഡിയോ, ഡാറ്റ ട്രാൻസ്മിഷൻ എന്നിവ നൽകിക്കൊണ്ട് നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള എഫിഷ്യൻസി ഈ ഉപഗ്രഹത്തിനുണ്ട്. ഇതുകൂടാതെ ഈ ഉപഗ്രഹം ഉയർന്ന ബാൻഡ്വിഡ്ത്ത് നൽകി വിദൂര പ്രദേശങ്ങളിലേക്കുള്ള ഡിജിറ്റൽ ആക്സസ് മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഇത് സിവിലിയൻ ഏജൻസികളെ സഹായിക്കുകയും അതുവഴി സ്ട്രാറ്റജിക്കൽ ആപ്ലിക്കേഷനുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായിക്കും. 4000 കിലോഗ്രാം വരെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ റോക്കറ്റായ LVM-3 ഇന്ത്യയിലെ ഏറ്റവും ഭാരമേറിയ വിക്ഷേപണ വാഹനവും കൂടിയാണ്. ഇതിന്റെ ഈ ഹെവി ലിഫ്റ്റ് ശേഷി കാരണം ഇതിനെ ബാഹുബലി എന്നൊരു അപരാമത്തിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. LVM-3യുടെ ട്രാക്ക് റെക്കോർഡും എടുത്തു പറയേണ്ട ഒന്നാണ്, പ്രത്യേകിച്ച് ചന്ദ്രയാൻ 3 ദൗത്യം. ചന്ദ്രയാൻ 3 പോലുള്ള നമ്മുടെ അഭിമാനകരമായ ദൗത്യങ്ങൾ ചന്ദ്രനിലേക്ക് വിജയകരമായി വിക്ഷേപിച്ച് ഇത് ഇന്ത്യയെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്ത് വിജയകരമായി ഇറങ്ങുന്ന ആദ്യത്തെ രാജ്യമാക്കി മാറ്റി.